ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായക ദിനമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. താരസംഘടന അമ്മയും WCCയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ സിദ്ദിഖിന്റെ വാദം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ സിദ്ദിഖിന്റെ മകൻ ഷഹീനും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ തിരുവനന്തപുരത്തു നിന്നുള്ള ടീം കൊച്ചിയിൽ തമ്പടിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്, അതുപോലെ ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, സുപ്രീം കോടതിയിലേക്കാണ് എല്ലാ കണ്ണുകളും. എന്താണ് കോടതിയുടെ തീരുമാനം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. എപ്പോഴേക്ക് കേസ് പരിഗണിക്കാനാണ് സാധ്യത? വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, സുപ്രീം കോടതിയുടെ 13ാമത്തെ കോടതി ബേല ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഈ ബെഞ്ചിന് മുന്നിൽ 62ാമത്തെ ഐറ്റമായാണ് സിദ്ദിഖിന്റെ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 53ാമത്തെ ഐറ്റമാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ ലഞ്ച് ബ്രേക്കിനുള്ള സമയമാണ് ഇത് എങ്കിൽ പോലും ഇപ്പോഴും ഈ ഹർജികൾ 53ാമത്തെ ഐറ്റം ഇപ്പോൾ പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലഞ്ച് ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അല്പസമയത്തിനകം തന്നെ സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കും. അല്ലാത്ത പക്ഷം ഉച്ചയൂണിന് ശേഷമായിരിക്കും പരിഗണിക്കുക. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമാണ് സുപ്രീം കോടതിയിൽ നിന്നും വരാനിരിക്കുന്ന തീരുമാനം എന്നുള്ളത്. ഹൈക്കോടതിയിൽ നിന്നും കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ സിദ്ദിഖിന്റെ മകൻ ഷെയ്ൻ സിദ്ദിഖ്, അഭിഭാഷകനായ മുകുൾ റോത്തഗി, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള മറ്റ് അഭിഭാഷകർ, കൂടാതെ കേരള ഹൈക്കോടതിയിൽ സിദ്ദിഖിന്റെ കേസ് കൈകാര്യം ചെയ്ത അഭിഭാഷകർ അടക്കമുള്ളവർ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പായി രാവിലെ ഷെയ്ൻ സിദ്ദിഖ് മറ്റ് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. അതേസമയം സർക്കാരിന് വേണ്ടി ഈ കേസിൽ ഹാജരാകുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയാണ്. ഐശ്വര്യ ഭാട്ടിയും ഈ SIT അംഗമായ മെറിൻ ജോസഫും ഇന്ന് രാവിലെ ചർച്ച നടത്തിയിരുന്നു. സുപ്രീം കോടതിയിൽ ഐശ്വര്യ ഭാട്ടിയുടെ ചേംബറിൽ വെച്ചായിരുന്നു ഈ ചർച്ചകൾ. ഈ കേസിന്റെ അന്വേഷണ പുരോഗതി അടക്കമുള്ള വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷക സർക്കാരിനെതിരെ അന്വേഷണത്തിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചാൽ അത് കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ അത് സർക്കാരിനെ കടുത്ത തോതിൽ ബാധിക്കും. സിദ്ദിഖിന് വേണ്ടി പ്രധാനമായും അമ്മയും ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് കൂടി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ കീഴടങ്ങാൻ അനുവദിക്കാതെ അറസ്റ്റിനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് സജീവമാക്കുന്നുണ്ട് SIT. വിവരങ്ങൾ എന്താണ്? അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ, ശ്രീകാന്ത്? റീജിത്ത്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായാൽ കീഴടങ്ങുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയും നടൻ സിദ്ദിഖിന് മുന്നിലില്ല. അങ്ങനെ അഭിഭാഷകരുമായി സംസാരിച്ച് കീഴടങ്ങുന്നതിനുള്ള സാധ്യതകളും അത് പ്ലാൻ B എന്ന നിലയിൽ അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെത്തിയാണ് സ്വാഭാവികമായും കീഴടങ്ങേണ്ടത്. തിരുവനന്തപുരത്ത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതിന് കീഴിൽ വരുന്ന മജിസ്ട്രേറ്റ് കോടതിയിലോ കീഴടങ്ങാനാണ് നിലവിൽ സിദ്ദിഖ് ആലോചിക്കുന്നത് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെന്തായാലും സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ മാത്രമേ ഉണ്ടാകൂ. പരമാവധി കോടതിയിൽ കീഴടങ്ങുക എന്നുള്ളതിനാണ് സിദ്ദിഖ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് നിന്നും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. SIT ആസ്ഥാനത്താണ് ക്യാമ്പ് ചെയ്യുന്നത്. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയാൽ പെട്ടെന്ന് അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം. 4 സംഘങ്ങളായി തിരിഞ്ഞ് വിവിധയിടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും സിദ്ദിഖിനെ കീഴടങ്ങാൻ അനുവദിക്കരുത് എന്ന തീരുമാനത്തിൽ SIT എത്തിയിട്ടുണ്ട്. 62ാമത്തെ ഐറ്റമായി കേസ് സുപ്രീം കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിൽ തള്ളിയാൽ അടുത്ത നടപടി പോലീസ് സ്വീകരിക്കും. തൊട്ടു പിന്നാലെ കീഴടങ്ങുക എന്ന നടപടിയുമായി സിദ്ദിഖ് മുന്നോട്ട് പോകും. കാത്തിരുന്ന് കാണാം.